നമ്മൾ സ്പെഷ്യലി ഹെൽത്തി ചിക്കൻ റാപ്പാണ്. അതിന് പ്രത്യേകിച്ചൊന്നും വേണ്ട. കുറച്ച് ഗോതമ്പ് പൊടി എടുക്കാം, 1 ഗ്ലാസ് ഗോതമ്പ് പൊടി, 1 ഗ്ലാസ് പാല്, 2 മുട്ട, കുറച്ചുപ്പ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കട്ടകളൊന്നും ഇല്ലാണ്ട് നമ്മളിങ്ങനെ കുഴച്ചെടുത്താലും മതി. വിസ്കാറ്റം വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കലക്കിയെടുത്തിട്ടുള്ള ഈ മാവൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് എല്ലില്ലാത്ത ചിക്കൻ പീസസ് ആണ് കേട്ടോ. അത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എല്ലാം കൂടിയിട്ട് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ചിക്കൻ അതിലേക്ക് ഇടാം കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം കുറച്ചിറങ്ങും. അപ്പോൾ ആ വെള്ളത്തിൽ തന്നെ ഒന്ന് വഴിച്ചെടുക്കാം. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ചെറിയ കഷ്ണം സവാളയും പിന്നെ ചെറിയൊരു ക്യാപ്സിക്കും പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ അവസാനം കുറച്ച് മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി ഇഷ്ടമുള്ള ഗോതമ്പിൻ്റെ ആ മാവുണ്ടല്ലോ, ആ അരവ് നമ്മളെ പാൻ ചൂടാക്കിയതിന് ശേഷം എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ദോശ ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ചെറിയ തീയിൽ വെച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊന്ന് അതിൻ്റെ മുകൾ വശത്ത് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നമ്മളതിലേക്ക് കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം, മൊസറല്ല ചീസ്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല അതും കൂടി ഇട്ടിട്ട് അതിൻ്റെ 2 സൈഡും ഒന്ന് മടക്കി കൊടുക്കാം. പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. അല്ലാതെ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയൊന്നും ഇല്ലാതെ തന്നെ തിരിച്ചിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ചൂടോടുകൂടി കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് ടേസ്റ്റാണ്. ഈ ഒരു റെസിപ്പി പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, വലിയ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. ടിഫിൻ ബോക്സിലും കൊടുത്തിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.